അപ്പോൾ ഇന്ന് എല്ലാവരുടെയും ഫേവറേറ്റായ ഡിഷാണ് മന്തി അല്ലേ. റെസ്റ്റോറൻറ്റ്സിലും ഫങ്ഷൻസിലും എവിടെ പോയാലും നമ്മളെല്ലാവരും കഴിക്കാൻ പ്രിഫർ ചെയ്യുന്നത് ഇപ്പോൾ മന്തിയല്ലേ. അപ്പോൾ നമുക്കിന്നൊരു കിടിലൻ ബീഫ് മന്തി റെസിപ്പി കണ്ടാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 kg ബീഫ് ബോണും ഫാറ്റും ഉള്ളത് എടുത്തിട്ടുണ്ട്. എന്നിട്ടിതിലേക്ക് ഈ കാണുന്ന സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഹോൾ പെപ്പർ, സിനമൺ, ഡ്രൈ ലെമൺ, മന്തി മസാല, ചിക്കൻ ക്യൂബ്സ്, പിന്നെ ഒരു കുറച്ച് ഗരം മസാല, കാർഡമം, പെപ്പർ പൗഡർ, ക്യുമിൻ സീഡ്, ടേമറിക്, പിന്നെ ക്ലോവ്സ്. ഇതൊക്കെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. പിന്നെ വെജിറ്റബിൾസ് ഇട്ടിരിക്കുന്നത് ക്യാപ്സിക്കം, അണിയൻ, ടൊമാറ്റോ, ഗ്രീൻ ചില്ലിയാണ്. ഇതെല്ലാം ചെറുത് മതി. ഇതെല്ലാം കൂടെ നല്ലപോലെ നമുക്ക് കൈവച്ചും മിക്സ് ചെയ്യാം. ചിക്കൻ ക്യൂബ്സ് എല്ലാം പൊടിച്ചെടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ടൈം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഒരു 30 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഈ ബീഫ് വേവാൻ ആവശ്യമായ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നേരത്തെ ആഡ് ചെയ്ത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ആഡ് ചെയ്യാം, ഞാൻ വിട്ടുപോയതാണ്. ഞാനിവിടെ റെസ്റ്റ് ഒന്നും ചെയ്യാൻ വെക്കുന്നില്ല, ഡയറക്റ്റായിട്ട് ഇതേപോലെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ബീഫ് നല്ലപോലെ വേവണം, അപ്പോൾ നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഞാൻ എടുത്തിരിക്കുന്ന റൈസ് ഇവിടെ പ്രൈഡ് ഓഫ് ഇന്ത്യയുടെ XXL ബസ്മതി സെല്ല ബസ്മതി റൈസാണ്. ഇത് നല്ല മന്തി റൈസാണ്. കറക്റ്റായി റൈസൊക്കെ റെഡിയായി കിട്ടുന്നുണ്ട്. നല്ല ലോങ് ഗ്രെയിൻ റൈസാണ്. നമ്മുടെ ബീഫ് ഇവിടെ വെന്ത് വരുന്നുണ്ട്. ആ ടൈമിൽ നമുക്കിതൊരു 30 മിനിറ്റ്സ് ഈ റൈസ് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. 30 മിനിറ്റ്സിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല, 30 മിനിറ്റ്സ് വെക്കാം. ഇനി നമുക്ക് കുറച്ച് അധികം വെള്ളം തന്നെ തിളപ്പിക്കാൻ വെക്കാം. പിന്നെ അതിലോട്ട് കാർഡമം, പിന്നെ ക്ലോവ്സ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. സോൾട്ടും കുറച്ച് ഓയിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ റൈസ് ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ബോയിലാകുമ്പോൾ നമ്മുടെ ബീഫ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് വേവണം, ബീഫ് വേവ് കുറവാൻ പാടില്ല. പിന്നെ റൈസ് ഒരു 7 മിനിറ്റ്സോളം ഞാൻ വേവിച്ചിട്ടുണ്ട്. നമുക്ക് ദമ്മിങ് പ്രോസസ്സാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് മസാലയൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഹാഫ് കുക്ക് ചെയ്തിട്ടുള്ളൂ റൈസ്, ഓവർ കുക്ക് ചെയ്യാൻ പാടില്ല. അതും ഇട്ട് ബാക്കി ഞാൻ കുറച്ച് മസാല മാറ്റി വെച്ചിരുന്നു, ആ മസാലയും അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വീണ്ടും ഒരു ലെയർ റൈസ് ഇട്ടിരുന്നു. പിന്നെ ബാക്കി വന്ന മസാല കുറച്ചുകൂടെ ഉണ്ടായിരുന്നു, അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഈ വലിയ മുളകില്ലേ അത് ജസ്റ്റ് കട്ട് ചെയ്ത് ഇതേപോലെ നമുക്ക് റൈസിൻ്റെ മേലെയിട്ട് കുത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 30 മിനിറ്റ്സ് ദം ചെയ്താൽ നല്ല കിഡിലൻ ബീഫ് മന്തിയായി. പിന്നെ സ്മോക്ക് ചെയ്യാൻ മറക്കരുത്. സ്മോക്ക് ചെയ്യുമ്പോൾ റൈസിനും ബീഫിനും എല്ലാം നല്ല സ്മോക്കി ഫ്ലേവർ കിട്ടും. പെർഫെക്റ്റായിട്ട് നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും അടിപൊളിയായിട്ടുള്ള ഒരു ബീഫ് മന്തി വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം. ഇതിനി സെർവ് ചെയ്യുന്നത് നല്ല സിമ്പിളാണ്. ഫസ്റ്റ് ഈ നമ്മൾ മസാലയും കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ ലെയർ ചെയ്യുമ്പോൾ, അപ്പോൾ അതിൻ്റെ റൈസ് മാത്രം നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊന്ന് മാറ്റി വെച്ച് പിന്നെ ലാസ്റ്റ് കുറച്ച് റൈസും കൂടെ വിത്ത് മസാല നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി സെർവ് ചെയ്യുമ്പോൾ കുറച്ച് റൈസും പിന്നെ വൈറ്റ് റൈസും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടെ ഒരു മസാല പരുവത്തിൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ വൈറ്റ് റൈസും എല്ലാം ആയിട്ട് കാണാൻ നല്ല ഒരു രസമുണ്ടാവും. അപ്പോൾ ഇതുപോലെ മോർ റെസിപ്പിക്ക് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ആൻഡ് സ്റ്റേ ട്യൂൺ. ബൈ.